ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം പല ആൾക്കാർക്കും ഈ ശരീരഭാരം കുറയ്ക്കണമെന്നൊക്കെ അതിയായിട്ടുള്ള ആഗ്രഹം കാണും. ഓക്കെ, ബോഡി വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കണം. പക്ഷേ അതിനു വേണ്ടിയിട്ട് നമ്മൾ പലരും നിർദ്ദേശിക്കുന്ന എക്സസൈസുകൾ എന്ന് പറയുന്നത് ജമ്പിങ് പോലുള്ള എക്സസൈസുകൾ, അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ മറ്റുള്ള കാർഡിയോ എക്സസൈസുകൾ നിർദ്ദേശിക്കാറുണ്ട്, അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ പറയാറുണ്ട്, മറ്റുള്ള ബോഡി വെയിറ്റ് എക്സസൈസുകൾ ചെയ്യാൻ പറയാറുണ്ട്. പക്ഷേ ഒരു 50% ആൾക്കാർക്കും സത്യത്തിൽ ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള മടിയാണ്. ഓക്കെ, അപ്പം അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് എക്സസൈസുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് ഈ ഞാൻ കാണിച്ചു തരുന്ന ഈ വ്യായാമങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസേന ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ആഴ്ചയിൽ ഒരു 4 ദിവസം ഇടവിട്ട് ഇടവിട്ട് നിങ്ങൾ ചെയ്താൽ മതിയാവും. പക്ഷെ ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടെ കൃത്യതയോടെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ആഹാരത്തിൽ അല്പം ഒരു ക്രമീകരണം, കലോറീസൊക്കെ ഒരു അല്പം കുറയ്ക്കുക, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇരുന്നു കൊണ്ടാണെങ്കിലും നമുക്ക് ഫുൾ ബോഡിയെ നമുക്ക് ആക്ടിവേഷൻ ആക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫുൾ മസിലുകളെയും ആക്ടിവേഷൻ ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ വർക്കൗട്ട് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഞാൻ ഇതേ ഒരു ടീപ്പോയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചെയറിൽ ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡിൽ ചെയ്യാം. ഓക്കെ, ബെഡിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എൻ്റെ ഒപ്പം ഈ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വിയർക്കും. ഈ 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് ആ കലോറീസിനെയൊക്കെ ബേൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വാമപ്പ് ചെയ്ത് കാണിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യുക. വർക്കൗട്ടിന് മുമ്പായിട്ട് ചെറിയ ചെറിയ വാമപ്പുകളൊന്നും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വാമപ്പ് കൂടെ ഞാൻ കാണിച്ചു തരുമ്പോഴത്തേക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, നിങ്ങളുടെ 2 കൈകളും മുകളിലോട്ട് ഇതേ കണക്ക് നിങ്ങൾ ഉയർത്തുക. ഓക്കെ, ഞാൻ ഈ ചെയ്തിരിക്കുന്ന കണക്ക്. അതിനുശേഷം പതുക്കെ നിങ്ങൾ താഴോട്ട് കൈ കൊണ്ടുവരിക. ഇതേപോലെ 1 2 3 4 5 come on 6 7 8 9 10 1 2. ഓക്കെ, ഇത് കണക്ക് നിങ്ങൾ 12 എണ്ണം ചെയ്യുക. അതിനുശേഷം നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ കൈകൾ ഇതേ കണക്ക് തന്നെ ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യുക. ഇതേപോലെ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6. ഓക്കെ, ഇത് കണക്ക് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുക. ശ്രദ്ധാപൂർവം നോക്കി തന്നെ ചെയ്യുക. ഓക്കെ, ഇതേ കണക്ക് നിങ്ങളുടെ കാലിനെ സൈഡിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുക. 1. അതിനോടൊപ്പം നിങ്ങളുടെ കൈകൾ മുകളിലോട്ട് ഇതേ കണക്ക് ഉയർത്തുക. ജസ്റ്റ് 2 3 4 5 6 7 8 9 10 1 2 3 4 5 6. ഇതേപോലെ ചെയ്യുക. നമ്മൾ ജമ്പിങ് ജാക്സ് ഇതേ കണക്ക് ജമ്പിങ് ജാക്സ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതേ കണക്ക് ചെയ്യാം. ഓക്കെ, ഈ ജമ്പിങ് ജാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നുകൊണ്ട് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ പാടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് നിങ്ങൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ശ്രദ്ധാപൂർവം നിങ്ങൾ ചെയ്യുക.
കാല് ഇതേ കണക്ക് മുമ്പോട്ട് നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, ഇതേ കണക്ക് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരുന്നതനുസരിച്ച് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. നിങ്ങളുടെ ഈ ഷോൾഡർ മസിലിനും കാലുകൾക്കും നല്ല എക്സസൈസ് ആണിത്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷനിലോട്ട് വരിക. കാലുകൾ ഒരല്പം വൈഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആരംഭിക്കാം. ഈ കൈ പതുക്കെ ഈ ഒരു സൈഡിലോട്ട് കൊണ്ടുപോവുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, നിങ്ങളുടെ ഫുൾ ബോഡി മൂവ്മെന്റ് ചെയ്യുകയാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന വഴി. ഓക്കെ, നിങ്ങളുടെ ആപ്സ് മസിലും ബാക്ക് മസിലും ഷോൾഡർ മസിലും എല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ടോ. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് കമാൺ. നിങ്ങൾ അധികം റെസ്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. റെസ്റ്റ് ഇല്ല തന്നെ ഇതേ കണക്ക് തന്നെ ചെയ്തോളൂ. ഓക്കെ, അതിനുശേഷം അടുത്ത എക്സസൈസിലോട്ട് പോവാം. കൈകൾ ഉയർത്തുക ഇതേ കണക്ക്. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഫുൾ ബോഡിയും ആക്ടിവേഷൻ ആവും. ഫാറ്റ് ലോസിന് പറ്റിയ വർക്കൗട്ടാണ്. ഓക്കെ, അടുത്ത എക്സസൈസ് ഏതാണെന്ന് നോക്കാം. അടുത്ത എക്സസൈസ് നിങ്ങൾ പതുക്കെ കൈ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ക്രോസ് ചെയ്ത് ഇതേപോലെ പിടിക്കുക. അതിനുശേഷം കമാൺ. കണ്ടല്ലോ, 2 3 4 5 6 7 8. കമാൺ, അടിപൊളി വർക്കൗട്ടാണ്. ഓക്കെ, 9 10 11 12. നെക്സ്റ്റ് വർക്കൗട്ട് സ്ട്രൈറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതിനൊക്കെ മുഷ്ടി ഉരുട്ടി പിടിക്കുക. അതിനുശേഷം വശങ്ങളിലോട്ട് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6. കമാൺ. അതിനുശേഷം നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതേ കണക്കിരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് കസേരയിലോ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിക്കുക. അതിനുശേഷം കാലുകൾ ഇവരൊക്കെ പതുക്കെ ഉയർത്തിയതിനു ശേഷം 1 2 3 4 5 6 7 8 9 and 10. അതിനുശേഷം തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. നിങ്ങളുടെ ഈ കാലുകളുടെ തുടകളിലൊക്കെ കൊഴുപ്പിന് എരിയിച്ച് കളയാൻ പറ്റിയ ഒരു എക്സസൈസ് ആണ്. അപ്പം ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക. അപ്പം ഇനി നമുക്ക് ഒറ്റ വർക്കൗട്ടും കൂടെ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതും കൂടെ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ആഴ്ചയിൽ 4 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, മസ്റ്റായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിചാരിച്ച
ഒരു പ്രയോജനം കിട്ടിയുള്ളൂ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഒന്നും കഴിക്കാതെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഫുഡുകളൊക്കെ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വെയിറ്റ് ലോസ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഇതിനകത്തുള്ള വർക്കൗട്ടുകൾ ചെയ്ത് നിങ്ങളുടെ വെയിറ്റ് കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള മറ്റുള്ള എക്സസൈസുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനായിട്ടാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള എക്സസൈസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ വർക്കൗട്ട് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. നമുക്ക് ആരംഭിക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 and 16. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പം ഞാൻ കാണിച്ചു തന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളാണ്. നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം കിട്ടും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനൊക്കെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും നിങ്ങൾ മറന്നു പോരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ